നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ഏഞ്ചൽ ചാം ഫിലിപ്പ്. ഞാൻ അൽ-അസ്ഹർ മെഡിക്കൽ കോളേജിലെ പീഡിയാട്രിക് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസറാണ്. 9-ാം നൂറ്റാണ്ട് മുതൽ കണ്ടുവരികയും പ്രതിവർഷം 2 ദശലക്ഷം മരണങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്ന ഒരു രോഗത്തെക്കുറിച്ച് നിങ്ങൾക്കറിയുമോ? മറ്റൊന്നുമല്ല, മീസൽസ് അഥവാ 5-ാം പനിയാണത്. 1954 വൈദ്യശാസ്ത്രം വാക്സിനേഷന്റെ രൂപത്തിൽ ഒരു ആയുധവുമായി മീസൽസിനെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. എന്നാൽ ഇന്ന് 2024 1 മില്ലിമീറ്റർ പോലും വലിപ്പമില്ലാത്ത ഈ വൈറസിനെ നമ്മൾക്കിനിയും കീഴ്പ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾക്ക് മീസൽസിനെ കുറിച്ച് ചില കാര്യങ്ങൾ കേൾക്കാം. മീസൽസ് ഒരു വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്. എല്ലാ പ്രായക്കാർക്കും ഉണ്ടാകാമെങ്കിലും 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളിലാണ് ഈ രോഗം കൂടുതലായി കാണപ്പെടുന്നത്. വളരെ എളുപ്പത്തിൽ പടരുകയും ചെയ്യുന്ന ഒരു രോഗമാണ് മീസൽസ്. ഒരു മീസൽസ് രോഗി തുമ്മുകയോ ചീറ്റുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ രോഗാണുക്കൾ എയറോസോൾസ് അല്ലെങ്കിൽ ഡ്രോപ്ലെറ്റ്സ് ആയി വായുവിലേക്ക് സ്പ്രെഡ് ആവുകയും ദീർഘനേരം അവിടെ തങ്ങി നിൽക്കുകയും ചെയ്യും. ഇത് വലിച്ചെടുക്കുന്ന ആൾക്കാർക്ക് രോഗം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഒരു മീസൽസ് രോഗി കഴിഞ്ഞിരുന്ന റൂമിൽ അടുത്ത 2-3 മണിക്കൂറിനുള്ളിൽ കയറുന്നവർക്കൊക്കെ രോഗം വരാനുള്ള സാധ്യതയുണ്ട്. ഒരു മീസൽസ് രോഗിയുമായി ഒരു 10 പേർ അടുത്ത സമ്പർക്കം പുലർത്തിയാൽ അതിൽ 9 പേർക്കും ഈ രോഗം പിടിപ്പെടാം. ഇങ്ങനെ രോഗവുമായി എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഏകദേശം 10 മുതൽ 14 ദിവസങ്ങൾ കഴിയുമ്പോൾ രോഗത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ഈ ഒരു കാലയളവിനെ നമ്മൾ ഇൻക്യുബേഷൻ പീരിയഡ് എന്നാണ് വിളിക്കുന്നത്. ശക്തമായ പനിയാണ് ആദ്യത്തെ ലക്ഷണം. അതിനോടൊപ്പം തന്നെ വരണ്ട ചുമ, മൂക്കൊലിപ്പ്, കണ്ണിൽ ചുവപ്പ്, കണ്ണിൽ നിന്ന് വെള്ളമൊലിക്കൽ, കവിളിനുള്ളിൽ ചെറിയ വെള്ളപ്പാടുകൾ ഉണ്ടാവുക എന്നീ ലക്ഷണങ്ങളും കാണാറുണ്ട്. ഈ വായിലുള്ളിൽ ഉണ്ടാകുന്ന വെള്ളപ്പാടുകളെ നമ്മൾ കോപ്റ്റിക് സ്പോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. ഇത് മീസൽസിൽ മാത്രമായി കണ്ടുവരുന്ന ഒരു രോഗലക്ഷണമാണ്. ഇങ്ങനെ പനിയുണ്ടായി ഒരു 3 മുതൽ 5 ദിവസങ്ങൾക്ക് ശേഷം ചുമന്ന പരിപരുത്ത റാഷസ് ശരീരത്തിൽ ആസകലം കാണുവാൻ തുടങ്ങും. ചെവിയുടെ പിറകിൽ തുടങ്ങി മുഖത്തേക്ക് സ്പ്രെഡായി അവിടെ നിന്ന് ദേഹമാസകലം ഈ റാഷസ് സ്പ്രെഡ് ആവുന്നു. ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ ഈ വന്ന അതേ ഓർഡറിൽ തന്നെ ഈ റാഷസ് മങ്ങിപ്പോവുകയും ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇത്ര പ്രശ്നക്കാരനല്ലല്ലോ മീസൽസ് എന്ന്. വരട്ടെ, മീസൽസിന് അനേകം കോംപ്ലിക്കേഷൻസ് ഉണ്ട്. ചെറിയ കുഞ്ഞുങ്ങളിൽ ചെവിയിൽ അണുബാധയും പഴുപ്പും ഉണ്ടാക്കുന്നു. അത് കേൾവി ശക്തിയെ നശിപ്പിക്കാൻ പറ്റുന്നതാണ്. തൊണ്ടയിൽ ലാരിംഗോ ട്രക്കിയൽ ബ്രോങ്കൈറ്റിസ് ഉണ്ടാക്കുന്നു. മീസൽസ് ലങ്സിനെ അഫക്റ്റ് ചെയ്ത് മീസൽസ് ന്യൂമോണിയ ഉണ്ടാക്കുന്നു. മീസൽസ് കേടുപാടുകൾ വരുത്തിയ ശ്വാസകോശത്തിൽ സൂപ്പറാഡഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടായി അത് വളരെ സീരിയസ് ഇൻഫെക്ഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. മീസൽസ് ഉണ്ടാക്കുന്ന മരണങ്ങളിൽ ഭൂരിഭാഗവും ന്യൂമോണിയ മൂലം ഉണ്ടാകുന്നതാണ്. അതല്ലാതെ തന്നെ കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടാക്കി കാഴ്ചക്കുറവ് ഉണ്ടാക്കാം. പ്രതിരോധ ശക്തി കുറച്ച് മറ്റു രോഗങ്ങൾ ഉണ്ടാക്കുന്ന സാധ്യത കൂട്ടാം. വയറിളക്കവും ഡീഹൈഡ്രേഷനും ഉണ്ടായി അത് മരണത്തിലേക്ക് നയിക്കാം. അത് ബ്രെയിനിലേക്ക് വരുമ്പോൾ ഏസെപ്റ്റിക് മെനിഞ്ചൈറ്റിസ് ഉണ്ടാകാം. തലച്ചോറിനുള്ളിൽ നീർക്കെട്ട് അഥവാ എൻകെഫലൈറ്റിസ് ഉണ്ടാക്കി അതും മരണത്തിലേക്ക് ലീഡ് ചെയ്യുന്നതാണ്. ഇതൊന്നുമല്ലാതെ തന്നെ വളരെ ചെറിയ പ്രായത്തിൽ മീസൽസ് രോഗം വരുന്ന കുട്ടികൾക്ക്, അതായത് ഒരു 2 വയസ്സിന് മുന്നിൽ തന്നെ മീസൽസ് രോഗം ഉണ്ടായാൽ ഏകദേശം 8 മുതൽ 10 വർഷങ്ങൾ കഴിയുമ്പോൾ ബ്രെയിനിൽ ഒരു ഡീജനറേഷൻ ഉണ്ടാകാൻ തുടങ്ങും. ഈ രോഗത്തെ നമ്മൾ സബക്യൂട്ട് സ്ക്ലീറോസിംഗ് പാൻ എൻകെഫലൈറ്റിസ് എന്നാണ് വിളിക്കുന്നത്. ഈ രോഗത്തിന് ട്രീറ്റ്മെന്റ് ഇല്ല. ഡയഗ്നോസ് ചെയ്ത് 3 മുതൽ 4 വർഷങ്ങൾക്കുള്ളിൽ രോഗി മരണപ്പെടും. ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ പ്രതിരോധ ശക്തി കുറഞ്ഞ കുഞ്ഞുങ്ങൾക്ക്, അതായത് HIV, AIDS അല്ലെങ്കിൽ ക്യാൻസർ, അതുമല്ലെങ്കിൽ പോഷകാഹാര കുറവ് കൊണ്ടുണ്ടാകുന്ന റെഡ്യൂസ്ഡ് ഇമ്മ്യൂണിറ്റി, ഇതൊക്കെയുള്ള കുഞ്ഞുങ്ങളിലാണ് ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ എല്ലാം തന്നെ അധികമായി കാണാൻ കഴിയുന്നത്. ഇത്രയും അപകടകാരിയായ മീസൽസിനെതിരെ നമുക്ക് തക്കതായ ഒരു ട്രീറ്റ്മെന്റ് ഇല്ല എന്നുള്ളത് വളരെ പേടിപ്പെടുത്തുന്ന ഒരു വസ്തുതയാണ്. എന്നാൽ ഈ രോഗമായി നമ്മൾ എക്സ്പോസ് ആകുന്നതിന് മുൻപ് തന്നെ ഈ രോഗത്തെ 100% തടയാൻ കഴിവുള്ള ഒരു ആയുധം നമ്മുടെ കയ്യിലുണ്ട്. അത് മറ്റൊന്നുമല്ല, മീസൽസ് വാക്സിനേഷനാണ്. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ 1954 നമ്മൾ പ്രഖ്യാപിച്ച യുദ്ധത്തിൽ നാം ഇപ്പോൾ വളരെ മുന്നേറി കഴിഞ്ഞിരിക്കുന്നു. WHO കണക്കുകൾ പ്രകാരം 2000-നും 2021-നും ഇടയിൽ 56 മില്യൺ മരണങ്ങളാണ് മീസൽസ് വാക്സിനേഷൻ മൂലം നമുക്ക് തടയാനായിട്ടുള്ളത്. ഇത്രയും സേഫ് ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു വാക്സിൻ ഉണ്ടായിട്ട് പോലും 2021
1,28,000 ആളുകൾ, കൂടുതലും കുട്ടികൾ, മീസിൽസ് മൂലം മരണമടഞ്ഞു. അതല്ലാതെ തന്നെ ഈ കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ കേരളത്തിൽ മലപ്പുറത്തും അതുപോലെ മഹാരാഷ്ട്രയിലും ഇപ്പോൾ അമേരിക്കയിൽ ഫ്ലോറിഡ, ഫിലഡൽഫിയ പോലുള്ള സ്ഥലങ്ങളിലും മീസിൽസ് വീണ്ടും തലയുയർത്തി നിൽക്കുകയാണ്. അതിന്റെ കാരണം എന്താണെന്ന് എനിക്കും നിങ്ങൾക്കും അറിയാം. അറിവില്ലായ്മ കൊണ്ടോ വ്യാജ വാർത്തകളാൽ തെറ്റിദ്ധരിക്കപ്പെടുന്നത് കൊണ്ടോ അല്ലെങ്കിൽ വാക്സിനേഷന് എതിരെയുള്ള തീവ്രമായ എതിർപ്പ് കൊണ്ടോ നിഷ്കളങ്കരായ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വാക്സിനേഷൻ നൽകാത്തത് കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ഈ അവസ്ഥയിൽ എത്തി നിൽക്കുന്നത്. മീസിൽസ് വാക്സിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നൽകാവുന്ന ഒരു വളരെ അഫോർഡബിൾ ആയിട്ടുള്ളൊരു വാക്സിനാണ് ഈ മീസിൽസ് വാക്സിൻ എന്ന് പറയുന്നത്. ഗവൺമെന്റ് സെക്ടറിൽ MR അല്ലെങ്കിൽ മീസിൽസ് റുബെല്ല എന്ന കോമ്പിനേഷൻ ആയിട്ടും പ്രൈവറ്റ് സെക്ടറിൽ MMR അല്ലെങ്കിൽ മംസ് മീസിൽസ് റുബെല്ല എന്ന കോമ്പിനേഷനിലുമാണ് നമ്മൾ ഈ വാക്സിൻസ് നൽകുന്നത്. 9ാം മാസത്തിലും അതിനുശേഷം 2ാം ഡോസ് 1.25 വയസ്സിലുമാണ് നമ്മൾ നൽകുന്നത്. വലത്തെ കൈയുടെ മുകൾ ഭാഗത്തായിട്ടാണ് നമ്മൾ ഈ ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. ചിലപ്പോൾ 5 വർഷത്തിന് ശേഷം ഒരു ബൂസ്റ്റർ ഡോസ് വേണമെങ്കിലും കൊടുക്കാം. മീസിൽസ് എന്ന രോഗത്തിനും അതുണ്ടാക്കുന്ന മരണം വരെയുള്ള കോംപ്ലിക്കേഷൻസിനെയും തടയാൻ നമുക്ക് ഇതല്ലാതെ വേറൊരു ആയുധവും കയ്യിലില്ല. ഏതാനും നാനോമീറ്ററുകൾ മാത്രം വലിപ്പമുള്ള ഈ അപകടകാരിയായ വൈറസിനെതിരെ നമുക്ക് കൈകോർക്കാം. കൃത്യമായിട്ടുള്ള വാക്സിനേഷനിലൂടെ ഈ രോഗത്തെ നമുക്ക് ലോകമെമ്പാടും മുട്ടുകുത്തിക്കുവാൻ സാധിക്കും. മറക്കരുത്, വാക്സിനേഷൻ അല്ലെങ്കിൽ പ്രതിരോധ കുത്തിവെപ്പ് എന്നുള്ളത് ജനിച്ചു വീഴുന്ന ഓരോ കുഞ്ഞിന്റെയും ജന്മാവകാശമാണ്. അത് നമുക്ക് നിഷേധിക്കുവാനുള്ള നമുക്കതിനുള്ള റൈറ്റ് ഇല്ല. അതുപോലെ തന്നെ ഇങ്ങനെ മീസിൽസ് നമുക്ക് ലോകത്തു നിന്ന് തുടച്ചു മാറ്റി മീസിൽസ് ഇല്ലാത്ത ഒരു നല്ല ഭാവിയിൽ ആ കുഞ്ഞുങ്ങൾ പാറി പറക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. താങ്ക് യു.